തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് അടുക്കുന്തോറും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കടുക്കുകയാണ്. LDFും UDFും തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും ഓരോ മണ്ഡലത്തിലും BJP പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. ഈ തിരഞ്ഞെടുപ്പോടുകൂടി കുറഞ്ഞത് 30 മണ്ഡലങ്ങളിലെങ്കിലും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി വളരാൻ കഴിയുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. ഇത്തവണ BJPക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം. ചുണ്ടിനും കപ്പിനുമിടയിൽ പലതവണ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഏതുവിധേനയും ഇത്തവണയെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യവുമായിട്ടാണ് BJP ഇവിടെ അരയും തലയും മുറുക്കിയിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മണ്ഡലത്തിലെ BJPയുടെ വിജയസാധ്യതയെക്കുറിച്ച് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ ഒരു അഭിപ്രായമാണ് BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ജയശങ്കർ പറഞ്ഞതിങ്ങനെ: കേരളത്തിൽ BJP ഏറ്റവും നേരിയ മാർജിനിൽ പരാജയപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. 2016 വെറും 55 വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. 2016 മുതൽ 2026 വരെയുള്ള 10 വർഷങ്ങളിൽ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തമ്പടിച്ച് പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രനുള്ളത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. മഞ്ചേശ്വരത്തെ ആകെ ജനസംഖ്യയുടെ 66% ആളുകളും മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കൾ വെറും 31% മാത്രമാണ് ഉള്ളത്. ഈ 66% മുസ്ലിം വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ തീർച്ചയായും BJP അവിടെ വീണ്ടും പരാജയപ്പെടും. മംഗലാപുരത്ത് നിന്ന് വരുന്ന RSSുകാർ എത്ര കിണഞ്ഞു ശ്രമിച്ചാലും അവർക്ക് ഇവിടെ ജയിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ വടക്കേയറ്റമായ മണ്ഡലമായതിനാൽ താരതമ്യേന വികസനം കുറഞ്ഞ സ്ഥലമാണ് മഞ്ചേശ്വരം. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര ബുദ്ധിയില്ല. അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇരട്ടി ജനസംഖ്യ ഉണ്ടായിട്ട് പോലും BJPക്ക് അവിടെ ഇത്രയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ വോട്ട് LDFനും UDFനുമായി സ്പ്ലിറ്റ് ചെയ്തു പോകും. എന്നാൽ നേരാമണ്ണം സാധ്യതയുള്ള ഒരു കക്ഷിക്ക് വോട്ട് ചെയ്താൽ BJPയെ വളരെ നിസ്സാരമായി മുസ്ലിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റും. എന്നാൽ അതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ പിന്നോക്ക മണ്ഡലമായ മഞ്ചേശ്വരത്തുള്ളവർക്കില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ കാരണം 2021 മുതൽ 2026 വരെയുള്ള വർഷങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. കേരളത്തിൽ ഏറ്റവും അധികം മുസ്ലിം വിദ്വേഷം ഉണ്ടായ കാലഘട്ടമാണിത്. നടൻ മമ്മൂട്ടി പോലും തന്റെ മതം മുസ്ലിമായതിന്റെ പേരിൽ വളരെയധികം വിദ്വേഷത്തിനിരയായി മാറിയിരുന്നു. അതുകൊണ്ടുതന്നെ ഏതു വിധേയനെയും സംഘപരിവാർ വെറുപ്പിനെ തോൽപ്പിക്കണമെന്ന ഒരു വാശി മഞ്ചേശ്വരത്തെ മുസ്ലിങ്ങൾക്കും വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. ഒരു തവണ BJP മണ്ഡലത്തിൽ കയറിയാൽ പരമശിവന്റെ കഴുത്തിലെ പാമ്പിനെ പോലെയാണ്. ഒരിക്കലും പോകില്ല. ഈ കാര്യം മുസ്ലിങ്ങൾക്കും നന്നായി അറിയാം. അതുകൊണ്ടുതന്നെ ഇത്തവണ ഗൾഫിലുള്ള മുസ്ലിങ്ങൾ പോലും നാട്ടിൽ വന്ന് വോട്ട് ചെയ്യുമെന്നാണ് കേട്ടത്. കൂടാതെ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. കാരണം BJPയുടെ വളർച്ച കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ പോലും വിശ്വാസത്തെ ചോദ്യം ചെയ്യും. ആളുകൾ മുസ്ലിം ലീഗിനെ വിട്ടിട്ട് SDPയെ പോലുള്ള തീവ്ര സ്വഭാവക്കാരായ പാർട്ടികളിലേക്ക് ചേക്കേറും. അതുകൊണ്ടുതന്നെ BJPയെ തടയുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും പോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ആവശ്യമാണ്. ജയശങ്കർ കൂട്ടിച്ചേർത്തു.